തനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്, ദയവായി സമൂഹത്തിൽ നാണം കെടുത്തത് എന്നാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. അയാൾ ചെയ്ത ഒരു തെമ്മാടിത്തത്തിന് എന്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും സമൂഹത്തിൽ നാണം കെടണം? അയാൾ ചെയ്ത തെറ്റിന് അയാൾ ശിക്ഷ അനുഭവിക്കട്ടെ. നാളെ ഒരു പക്ഷേ അയാളുടെ മക്കൾ സ്കൂളിൽ പോകുന്ന വേളയിൽ അവരുടെ കൂട്ടുകാർ ഒരു പക്ഷേ ഈ പേരിൽ ആ കുട്ടിയെ കളിയാക്കിയേക്കാം. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇത്തരമൊരു ദുരനുഭവം നേരിട്ട കുട്ടിക്ക് ഒരു പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചേക്കാം. കാരണം ആ കുട്ടിക്ക് അത്രയേറെ പ്രായമുണ്ട്. പക്ഷെ അങ്ങനെ ആവില്ല ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. സമൂഹത്തിനിടയിൽ എല്ലാവരും കൂടി ഒരു ചെറിയ കുട്ടിയെ ആ കുട്ടിയുടെ പിതാവിന്റെ കയ്യിലിരിപ്പ് കാരണം പരിഹസിക്കപ്പെടുമ്പോൾ ഒരു പക്ഷേ ആ കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ദീർഘകാല മെന്റൽ ട്രോമയിലേക്ക് ആ കുട്ടി പ്രവേശിക്കാൻ ഒരു പക്ഷേ അത് കാരണമാവാം. അതുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ ബ്ലർ ചെയ്ത് പോസ്റ്റ് ചെയ്തത് എന്നായിരുന്നു ഈ കുട്ടിയുടെ വളരെ പക്വമായ മറുപടി. മാത്രമല്ല അയാളുടെ യഥാർത്ഥ ഫോട്ടോ അന്വേഷണ നടപടികൾക്ക് വേണ്ടി പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും കുട്ടി വ്യക്തമാക്കി. സാധാരണഗതിയിൽ ഓൺലൈനിൽ വരുന്ന ഒരു പ്രമുഖ കമന്റാണ് പെണ്ണെ നീ തീയാവുക. കേവലം കമന്റിന്റെ അപ്പുറം അതിന്റെ ഉൾക്കാമ്പ് എന്താണെന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഈ കുട്ടി ഇന്നലെ ശരിക്കും ഒരു അനീതിക്കെതിരെ ശരിക്കും തീയായി. ഇനി കുറ്റം തെളിയിക്കപ്പെടാനും മറ്റു നടപടിക്രമങ്ങൾക്കും വേണ്ടി അല്പം സാവകാശം നൽകാം. പ്രതികരിക്കുക, ശബ്ദമുയർത്തി നന്നായി പ്രതികരിക്കുക. നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ ടൂൾ.